സർ അഷ്കർ എന്ന് പറയുന്ന അധമനെ അയാൾ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാര് പൊതുരെ തല്ലി ഇല്ലാതാക്കുക തന്നെയല്ലേ വേണ്ടത്? അല്ല, അഷ്കർ അവിടെ നിൽക്കട്ടെ, അഷ്കറിനെ കേസ് എടുക്കണം. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാൻ പറയുന്നത് അഖിലെ എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം സ്വന്തം കൊച്ചിൻ്റെ അമ്മയാണല്ലോ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഗൗതം അറിയേണ്ടത്. ഈ വാർത്ത മുഴുവനായിട്ടും തന്നെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കൊട്ടിയുടെ ഈ 1.5 വയസ്സുള്ള ആ ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ 2 കൈകളും തല്ലി ഓടിച്ചതിന് ശേഷം ഈ അഖില എന്ന് പറയുന്നവള് 24 വയസ്സുള്ള അമ്മയാണ് അവള്. നമുക്ക് പറയാൻ മടിയുണ്ട്, കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ, ഇപ്പം എന്നെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ആ അമ്മ കൊണ്ടുപോയിട്ട് ഒരു ചികിത്സ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു റീൽസ് ഇടുന്നുണ്ട്. ഒരു പയ്യൻ വന്നൊരു വ്ളോഗർ വന്ന് ആ റീൽസ് എടുക്കുമ്പോഴേക്ക് ഇവള് പറയണത് എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൽ വീണ് കൈയൊടിച്ചു എന്നാണ്. അതായത് വീണ് കൈയൊടിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് ആ റീൽസിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തതിൻ്റെ ഗിഫ്റ്റും കൂടി മേടിച്ച് ഇവള് വീട്ടിൽ വരികയും ഇവളത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയും ചെയ്തു. അങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടുകൊണ്ടാണ് അഖില എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മ റീന ഈ പെൺകൊച്ചിൻ്റെ 2 കൈകൾ ഒടിഞ്ഞത് കേൾക്കുന്നത്. അമ്മ തന്നെയാണോ? സ്വന്തം അല്ല, ഞാൻ പറയണത് ഈ അഖിലയുടെ അമ്മ, ആ റീന എന്ന് പറയുന്ന അഖിലയുടെ അമ്മ, അതായത് ഈ കൊച്ചിൻ്റെ മുത്തശ്ശി 2 കൈകളും കൊച്ചൊടിഞ്ഞതിനെ കുറിച്ച് അവരറിയുന്നത് ഇങ്ങനൊരു റീല് വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടാണെന്നൊന്നും ആലോചിക്കണം. ഇനി രണ്ടാമത്തത്, ആദ്യം നമ്മൾ കേട്ടത് 51 മുറിവുകളാണ് ഈ കുട്ടിക്കുള്ളതെന്നാണ്. ആ 51 മുറിവുകൾക്ക് പകരം ഇപ്പം 91 മുറിവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 91 മുറിവുകൾ എങ്ങനെ വന്നു എന്ന് കൂടി അറിയണ്ടേ ഗൗതം? നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാർത്ത കേട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ സ്തംഭിച്ചിരുന്നു. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനത് മുഴുവനായും എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് ഗൗതം പറഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും എന്ത് ചെയ്തത്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തത് ആളുകളെക്കുറിച്ച്. ഈ കുട്ടിയെ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നറിയോ ഗൗതം? ഇവൻ ഏറ്റവും ഒടുവിൽ ചെയ്തത്, നാട്ടുകാർ വന്ന് ഈ കുട്ടി മറ്റേ വയ്യാതായി കരച്ചിൽ കേട്ടിട്ട്, അസ്വാഭാവികമായ കരച്ചിൽ കേട്ടിട്ട് വരുമ്പോൾ ഇവൻ ചോറ് വാരി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗൗതം പറഞ്ഞ പേരൊന്നും ഇവനെ വിളിച്ചാൽ പോരാ, ഈ വൃത്തികെട്ടവൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തൊട്ടു മുമ്പ് ഇവനിപ്പോൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് മൊഴി കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കരച്ചിലടക്കാൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അതിനുശേഷം ഒരു ചെറിയ ഇരുമ്പിൻ്റെ വടി എടുത്തിട്ട് എന്ത് ചെയ്തു, കൊച്ചിൻ്റെ തലയുടെ ബാക്കിലിട്ട് അടിച്ചു എന്നാണ്. 1.5 വയസ്സുള്ള കൊച്ചാണെന്നൊന്ന് ആലോചിക്കണം. 1.5 വയസ്സുള്ള ഒരു കൊച്ചി. ഇവനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷ പോലും അറിയിക്കുന്നില്ല. ഞാനിപ്പോൾ വധശിക്ഷയൊക്കെ തന്നെ നടപ്പാക്കണ്ട, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ബേസിക്കലി ഞാൻ പറയാം, നമ്മുടെ നാട്ടിലുള്ള ഒരു ശിക്ഷയും ഈ വൃത്തികെട്ടവന് മതിയാവില്ല. ഇവൻ സൈക്കോയോ, ഇവൻ മെന്റൽ പ്രോബ്ലംസ് എന്തുള്ളവനാണെങ്കിലും ശരി, ഇവനൊരു ശിക്ഷയും മതിയാവില്ല. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇത് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് കൂസലുണ്ടാവില്ല. കാരണം ഇവനിത് സെയിം കൃഷിയാണ്. ഇവൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. നമ്മുടെ പോലീസിന്റെ അടക്കം അനാസ്ഥ ഉണ്ട് ഇതിനകത്ത്. ഇതിൽ അടുത്ത കേസ് എന്താണെന്നറിയാമോ? ഈ കുട്ടിയുടെ ജനനേന്ദ്രിയം അടക്കമുള്ള കാര്യങ്ങൾ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചേക്കാണ്. എനിക്കറിയില്ല ഗൗതം, ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് വേറെ ആളെ കുത്താൻ തോന്നുന്നുവെങ്കിൽ തന്നെ അതൊരു മനോരോഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള മനോരോഗം എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചേക്കാണ്. പിന്നെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രൂരതകളാണ് ഈ കുട്ടിയോട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അപ്പം തന്നെ അടിക്കുകയാണ് ചെയ്യണത്. വടി വെച്ചിട്ട്, ഇരുമ്പിന്റെ ഒക്കെ വടി വെച്ചിട്ട് അടിക്കുകയാണ്. 3 മാസം പ്ലാൻ ചെയ്ത് 3 മാസം ഇങ്ങനെ ക്രൂരതകൾ. അല്ല, ഇതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഗൗതം അറിയേണ്ടത്, ഈ അഖിലയുടെ അമ്മയാണ് ഈ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കൊച്ചിനെ നോക്കാൻ അവർക്ക് പറ്റില്ല. അവരൊരു പ്രാഥമിക ഹെൽത്ത് സെന്ററിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഏതോ ടെമ്പററി ആയിട്ട്. ആ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവൻ കൊച്ചിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ഇവൻ പറയുന്നത്, ആദ്യത്തെ കുറച്ച് നാളെ ഞാൻ നോക്കും, അത് കഴിഞ്ഞാൽ ഞാൻ പുഴുത്ത പട്ടിയെ പോലെ കൊച്ചിനെ നോക്കുമെന്നാണ്. 1.5 വയസ്സുള്ള സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരാളോട് ഈ ശരിക്കും സത്യം ഞാൻ പറയട്ടെ ഗോത്, ഇപ്പൊ നമ്മളൊക്കെ ഒരു വണ്ടി ഓടിച്ചു പോവാണ്. എൻ്റെ വൈഫൊക്കെ പോലും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും സൈഡിൽ ഇരുന്ന് അവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പോലും ഒരു പട്ടി വട്ടം ചാടിയാൽ, ദൈവം ഒരു പൂച്ച വട്ടം ചാടിയാൽ അതിന് ഇടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഇത് കേൾക്കുന്ന 100-ൽ 99% പേരും. നമുക്ക് പലപ്പോഴും ഇപ്പൊ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ പോലും പലപ്പോഴും അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവുകയോ ചില പ്രൊവോക്കേഷൻ ഉണ്ടാവുകയോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോവുകയൊക്കെ ചെയ്യും. അവനെക്കൂടൊക്കെ നമുക്ക് ക്ഷമിക്കാം. ഇത് ഈ 1.5 വയസ്സുള്ള കൊച്ച് ഇവനോട് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനനേന്ദ്രിയത്തിൽ പോയത്. ഇത് സിഗരറ്റ് ലാമ്പ്, ഈ പറയുന്ന ലൈറ്റർ എന്ത് ചെയ്യുക ഗൗതം, കത്തിച്ചു വെച്ചതിന് ശേഷം അത് ചൂടായിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ
ജനനേന്ദ്രിയത്തിൽ കുത്തുക എന്നൊക്കെ പറഞ്ഞ് അവനെ കരണക്കുറ്റി അടിച്ച് പൊളിക്കുകയല്ല വേണ്ടത്. അവനെ മുഖമെടുത്ത് ഈ പറയുന്ന പോലെ എന്താണ് കരിങ്കല്ലുമേട്ട് അടിക്കാൻ വേണ്ടത്. ഞാൻ സാധാരണ പൊതു അഭിപ്രായങ്ങൾക്കൊപ്പം പോകാറില്ല, ഗൗതത്തിനതറിയാം. എനിക്ക് പൊതുജനങ്ങളുടെ മറ്റേ സമ്മതിയൊന്നും കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. പക്ഷെ ഇത് സത്യത്തിൽ ഞാൻ 101% ജനങ്ങളുടെ ഒപ്പമാണ്. അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനെ കരണക്കുറ്റി അടിച്ച് പൊളിക്കാൻ. വിഷ്വല് കണ്ടല്ലോ, നാട്ടുകാർ പൊതുവെ അല്ല, ഞാൻ പറഞ്ഞ അതൊന്നും പോരാ. അവനെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കരിങ്കല്ലിന് ഇടിക്കാണ് വേണ്ടത്. ഉള്ള കാര്യം പറയാം. നിയമം കയ്യിലെടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആരും കയ്യിലെടുക്കരുത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു വികാരം സാധാരണ ജനത്തിനുണ്ടാവും. പിന്നെ ഇത് ഇവന്റെ കാര്യത്തിൽ ഇത് ആദ്യമല്ലെന്ന് ഗൗതം മനസ്സിലാക്കണം. ഇനി ഗൗതം പോലും ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവന്റെ തൊട്ടു മുമ്പ് ഇവൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയുണ്ട്, ഇവന്റെ ആദ്യത്തെ കല്യാണം ആമിന. ആ ആമിനയുടെ ഫോട്ടോ ഗൗതം ഒന്ന് കാണണം. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഗൗതം ഒന്ന് കാണണം. ആ ഫോട്ടോ ആദ്യം അതിന്റെ ഫോട്ടോയും ഒരു കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ ഫോട്ടോയും കാണണം. ആ ഫോട്ടോയിൽ ഗൗതം അറിയേണ്ടത്, ആ പെങ്കൊച്ചിന്റെ ഫോട്ടോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വന്നേക്കണ അസുഖം 21 വയസ്സുള്ള ആ പെങ്കൊച്ചിന്റെ ഫോട്ടോ ഇതാണ് ഗൗതം. ഇതാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ കാണുന്ന പെങ്കൊച്ച് എങ്ങനെയുണ്ട്? ആ പെങ്കൊച്ചിന്റെ ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടതിന് ശേഷം, എനിക്കറിയില്ല പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫോട്ടോ സൈഡിലൊന്നും കൊടുക്കണം. ഇത് കണ്ടതിന് ശേഷം ഇവന്റെ കയ്യിൽ കല്യാണം കഴിഞ്ഞിട്ട് അതേ പെൺകുട്ടിയുടെ ഫോട്ടോയാണിത്, ആമിനയുടെ. നമുക്ക് കാണാൻ പറ്റും ഇത്. ദേഹോപദ്രവം 24 ന്യൂസിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ദേഹോപദ്രവം ഒപ്പിച്ചു എന്നുള്ളതല്ല ഗൗരവം. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിലിടാൻ ശ്രമിച്ചു, ഇവരെ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡൽ ഒബ്ലോങ്കറ്റ്, ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിപരമായി കിട്ടുന്ന തലച്ചോറ് എന്ത് ചെയ്തു, മരവിക്കുന്ന രീതിയിലുള്ള അടിയാണ് അടിച്ചേക്കണം. ആ പെൺകുട്ടിക്ക് ബോധമില്ലാതായി തളർന്ന കിടപ്പിൽ കോമയിലായിരുന്നു. ഇപ്പൊ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും ഗൗതം ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു എത്ര സുന്ദരിയായ ഒരു പെങ്കൊച്ചായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇപ്പൊ ഏത് അവസ്ഥയിലാന്ന് ആലോചിച്ച് നോക്ക്. ഇവനെയൊക്കെ വെച്ചുണ്ട് ഈ പറയുന്ന പോലെ, ഗൗതം പറഞ്ഞ പോലെ മറ്റേ ജയിലിലൊന്നും കേരളത്തിൽ ജയിലിൽ കിടന്നാലൊക്കെ ഇത്രയൊക്കെ സംഭവിക്കാറുള്ളൂ. അവന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഫുഡ് കിട്ടും. ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവന് വെറും 31 വയസ്സാണ്. വെറും 31 വയസ്സിൽ 3 വിവാഹം കഴിച്ചു. ഈ 3ാമത്തെ വിവാഹത്തില് എന്താണ് അഖില. ആ അഖിലയുടെ മകനാണ് ഈ 1.5 3ാമത്തെ വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഗൗതം അറിയേണ്ടത് ആദ്യത്തെ വിവാഹത്തിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ആമിന എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ കൊല്ലാക്കൊല ചെയ്തു. മനസ്സിലായേ? സത്യം ഞാൻ ഗൗതത്തിനോട് പറയട്ടെ, ആ പെൺകുട്ടിയുടെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം നമ്മൾ പോയി ജയിലിലേക്ക് കൊടുക്കുള്ളൂ. നമ്മൾ ഇവനെ ജയിലിലേക്ക് പറഞ്ഞു വിടില്ല. 101% ഉറപ്പ് ജയിലിലേക്ക് പറഞ്ഞു വിടില്ല. രണ്ടാമത്തെ കാര്യം ഗൗതത്തോട് പറയാം, ഇനി ഇതിന്റെ ഇടക്കൂടി ഇവൻ വേറൊരു പെൺകുട്ടിയെ എന്ത് ചെയ്തിരുന്നു, ഒരു 2ാമത്തെ പെൺകുട്ടിയെ ഇവൻ കൂടെ താമസിപ്പിച്ചിരുന്നു. അത് ആത്മഹത്യ ചെയ്തേക്കണേ. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം, ഞാൻ അന്വേഷിച്ചിടത്തോളം അത് ആത്മഹത്യ ചെയ്തേക്കണേ. 3ാമതാണ് ഈ അഖില വന്ന് വിട്ടേക്കണേ. അഖില എന്ന് പറയുന്നത് ആ പെങ്കൊച്ചിന്റെ ഭർത്താവ് അഖിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്തേക്കണേ. അഖിലക്ക് 21 വയസ്സായി. അഖിലക്ക് 24 വയസ്സുണ്ട്. ഇപ്പൊ ആ വയസ്സുള്ള ഈ അഖിലേനെയൊക്കെ എന്താ വിളിക്കണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പോലീസിന് അഖില മൊഴി കൊടുത്തേക്കണെന്താണെന്നറിയാമോ? എനിക്കറിയാമായിരുന്നു ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ്. സത്യത്തിൽ ഞാൻ ഗൗതത്തോട് പറയട്ടെ, ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഗൗതം ഒറ്റടിക്ക് അതിനെ ഉപേക്ഷിക്കുന്നതോ കൊന്നുകളയുന്നതോ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ, 3 മാസം പ്രായമുള്ള 3 മാസം മുതൽ ഇവള് ഗർഭം ധരിക്കുന്ന ഇവള് ഈ പറയുന്ന കൊച്ചിനെ ഇട്ടിട്ട് 4 മറ്റേ ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു, ഡാൻസിന് പോയേക്കണ്ട പറയണ. ഒരു ദയവും ഇവർ അർഹിക്കുന്നില്ല. ഈ സത്യം പറഞ്ഞ ഇന്ത്യയിലെ നിയമം പോരാ. ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രാകൃതമായിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങൾ വെച്ച് ശിക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ ആളുകളൊക്കെ വന്ന് പറയും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, ബാക്കിയുള്ള ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ശരി തന്നെ, അതൊക്കെ ആണെങ്കിൽ അത് തന്നെ. പക്ഷെ എങ്കിൽ പോലും ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാൾ പോലും ഒരു കൊച്ചിനോട് ഇങ്ങനെ പെരുമാറി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കഥ മുഴുവൻ ഞാനിപ്പോ പറയാച്ചിട്ടാണ്. ഗൗതം പറയേണ്ടത്, ആ കൊച്ചി കാണുമ്പോ, അതായത് ഈ കൊച്ചി ഇവരെ കാണുമ്പോ തന്നെ, ഈ അഷ്കർ എന്ന് പറഞ്ഞവരെ കാണുമ്പോ തന്നെ പേടിച്ച് കരയാരെന്ന് പറയണ. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ കൊച്ചിന്റെ 2 കൈയും തല്ലി ഓടിച്ചിട്ട് ഇൻസ്റ്റാ റീൽസിന്റെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്തേക്കണ്, ഗിഫ്റ്റ് മേടിച്ചേക്കണ്. ഒരമ്മ മുഖമെടുത്ത് റൊട്ടിയിട്ടവരൊക്കെ അല്ല ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ ചെയ്യേണ്ടതാണ്. ഇതിന്റെ പേരിൽ എനിക്ക് ഇനിയിപ്പോ എന്തു തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല ഇത് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഈ കാര്യമുള്ളത്. രണ്ടാമത്തത്, ഈ 3 കൊലപാതകങ്ങളാണ് ഇവന്റെ പേരിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്വേഷണം കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തൊരു ഡേഞ്ചർ എന്താണെന്നറിയാമോ ഗൗതം? അതും കൂടി പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. ആരും പറയാത്തൊരു കാര്യം, ഇവൻ ടാക്സി ഡ്രൈവറാണ്. അപ്പൊ ഇവന്റെ ടാക്സി കയറി യാത്ര ചെയ്യുന്നവരൊക്കെ അവരുടെ ദൈവഭാഗ്യം കൊണ്ട് അവർ സ്ഥലത്തെത്തിയത് ഭാഗ്യം. ഈ കൊച്ചിനെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൊച്ചിനെ വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇയാളല്ല കൊച്ചിന്റെ ഫാദർ,
രണ്ടാനച്ഛനാണ്. അപ്പൊ പിന്നെ എന്തിന് സ്നേഹം കാണിക്കണം എന്നുള്ളതായിരിക്കും. എന്റെ പൊന്ന് ഗൗതം എന്താ ഈ പറയണത്? സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല ഗൗതം. ഇപ്പൊ നമ്മുടെ കൊച്ചല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ നമ്മൾ വളർത്തേണ്ടി വന്നാൽ തന്നെ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള ചോയ്സ് ഇല്ലേ? എന്തിനാണ് ഇതുപോലിട്ട് ഉപദ്രവിക്കുന്നത്? ഇനി ഈ റീന എന്ന് പറയുന്ന ഈ അഖിലയുടെ അമ്മ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ, നിങ്ങളൊന്ന് ആലോചിക്കണം. അവരുമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ഈ കുട്ടിയെ വിട്ടിങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു ഒന്ന് ഇല്ല അത് അമ്മക്കാണ് അവകാശം എന്ന് പറഞ്ഞ് പോലീസുകാർ അത് കൊടുത്തു വിട്ടു. പോലീസൊക്കെ ഇനി മുതൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ പോലീസുകാരെ നമ്മൾ കുറ്റപ്പെടുന്നില്ല, കാരണം പോലീസ് ഒരിക്കലും ഇപ്പൊ അമ്മയുടെ നിന്ന് കൊച്ചിന് മേടിച്ച് അമ്മമ്മക്ക് കൊടുക്കാനൊന്നും പോലീസുകാർ തയ്യാറാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതെന്താണ് ഇവന്റെ പേരിലുള്ള കേസ്? ഇവൻ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇത് കൂടാതെ. അപ്പൊ അത്തരത്തിലുള്ള ഒരാള് എങ്ങനെയാണ് കൊച്ചിനെ നോക്കുക എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതാണ്, വളരെയധികം ആലോചിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരമ്മ 3-4 ദിവസം ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മറ്റേ ഡാൻസ് കളിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗൗതം, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മരവിച്ചിരുന്നു പോകുന്ന ഒരു കൊലപാതകമാണ് ഈ കേൾക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ. സത്യത്തിൽ ഞാനിത് ഇപ്പൊ 3 ദിവസമായിട്ട് ഞാനൊരു വീഡിയോ പോലും ഇതുമായി ബന്ധപ്പെട്ട് എടുക്കായിരുന്നു. എന്താണെന്നറിയാമോ? ഇതൊന്നും പറഞ്ഞ് വിറ്റുകൊണ്ടോ ഒന്നും നമുക്കൊരു കാര്യവും വേണ്ട. പിന്നെ ഈ കേസ് പോലും എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം ഞാനിത് പകുതി കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഇതായി പോയി. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെല്ലാം ശരിയാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയെന്നാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൗതം അറിയേണ്ടത്, ഇത് പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ആമിന എന്ന് പറയുന്ന ഇവന്റെ മുൻഭാര്യയെ തള്ളി പുറത്തേക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, കെട്ടിത്തൂക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കിണറ്റിലെറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിലേക്ക് 1.5 വയസ്സുള്ള വാ തുറക്കാൻ പോലും ആകാത്ത, കരയാൻ മാത്രം അറിയുന്ന ഒരു പാവം പിഞ്ചു കുഞ്ഞിനെ വിട്ടുകൊടുത്തിട്ട് ഒരു അമ്മ പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മക്കറിയാം സ്വന്തം ഭർത്താവ് എന്ത് ചെയ്തിരുന്നു എന്ന്, അവൾ ഇവനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്ന് അറിയാമെങ്കിൽ, എന്നിട്ട് അറിഞ്ഞതിന് ശേഷവും വന്നിട്ട് എന്ത് ചെയ്തു, 2 കൈയും തല്ലി ഓടിച്ചതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുള്ള ഗൗതം അറിയേണ്ടത്, അതിന്റെ സമ്മാനം മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആദ്യത്തെ പ്രതി ഈ പറയുന്ന അഖിലയാണ്. ഒരു സംശയമില്ല അതില്. ഇതിൽ ഒരു ദയം അറിയിക്കാത്ത അഖിലയാണ്. ഇത് നാളെ ഇനിയിപ്പോ അവരുടെ സൈക്കാട്രിക് പരിശോധന നടത്തി അവർക്ക് മെന്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്കുകൾ പിൻവലിക്കാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു ഗൗതം, നമ്മളൊക്കെ എത്രയോ ആളുകളെ ജീവിതത്തിൽ കണ്ടേക്കണം, എത്രയോ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടേക്കണം, എത്രയോ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളെ കാണുന്നത്. പക്ഷെ അവരൊന്നും ഒരു കൊച്ചിനോട് ഇതുപോലെ ഉപദ്രവിക്കുമോ? സാർ, ഇവനൊന്നും യഥാർത്ഥത്തിൽ ജീവിക്കാൻ അർഹനല്ല, ഒരിക്കലും അല്ല. ഗൗതം പറഞ്ഞ പോലെ ഇവനെ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇവനെ 10 ദിവസം കൊണ്ട് ഇവനെ തൂക്കി കൊല്ലാൻ വിധിക്കേണ്ടതാ ഈ കേസുകളെല്ലാം ശരിയാണെങ്കിൽ. കാരണം ഇവനെ ഇനി ഒരു ദിവസം പോലും ഇവനെ ഭക്ഷണം കൊടുത്ത് ഇവന് വെച്ചേക്കേണ്ട ഈ 1.5 വയസ്സുകാരനായ കുഞ്ഞ് ഏത് രീതിയിലാണോ വേദനയും പീഡനവും അനുഭവിച്ചത്, അതിനെക്കാട്ടിലും ക്രൂരമായ രീതിയിൽ ഉള്ള ശിക്ഷയാണ് ഇവന് നൽകേണ്ടത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം ഗൗതം, മരിച്ച കൊച്ചിന് ചോറ് വാരി കൊടുക്കുകയാണ് ഗൗതം. ഇതിനേക്കാളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ആ ആമിന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആദ്യത്തെ ഫോട്ടോയും 6 മാസം കഴിയുമ്പോഴുള്ള ഫോട്ടോയും കാണിച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ആമിനക്ക് അച്ഛനമ്മ ഉണ്ടാവില്ലേ? അവര് വളരെ പാവപ്പെട്ടവരായിരിക്കില്ലേ? അവര് സ്വാഭാവികമായിട്ട് ഒരു ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുത്ത് അവര് സുഖമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേ? ഇവനെ കണ്ടാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല, കണ്ട ഒരു കുഴപ്പമില്ലാത്തൊരു പയ്യനായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ ജീവിച്ച ഇവന്റെ രണ്ടാമത്തെ ഒരു പെൺകുട്ടിയായിട്ട് ഇവൻ എന്ത് ചെയ്തു, ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു. ഈ അഖില് മരിച്ചതിന് ശേഷം കുറച്ച് വയസ്സേ ഉള്ളൂ. എങ്ങനെ ഇതൊക്കെ നടക്കണമെന്ന് അറിയാമല്ലോ. നമ്മള് പലരും പെണ്ണ് കണ്ടിട്ട് മറ്റേ 10-20 പെണ്ണ് കണ്ടിട്ടോ 100 പെണ്ണ് കണ്ടിട്ടൊക്കെയാണ് കല്യാണം നടക്കണം. അപ്പോഴാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യണത്, ആഴ്ചയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതല്ല ഞാൻ പറഞ്ഞത്, ഇത് എന്തിനാണ് നിങ്ങൾ ഈ ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളെ കൊല്ലാതെ അമ്മ തൊട്ടിൽ ഉപേക്ഷിക്കാൻ ഒരു തവണ ശ്രമം നടത്തി എന്ന് തോന്നി. ഞാൻ പറയണത് ഗവൺമെന്റ് ഒക്കെ തന്നെ ഇനി കുഞ്ഞുങ്ങളെ വേണ്ടാത്തവരുടെ കൊച്ചുങ്ങളെ ഇങ്ങനെ മേടിച്ചേക്കണം. മനസ്സിലായ? അവര് ഗവൺമെന്റ് ചെലവിൽ എന്ത് ചെയ്തോളൂ, വളർന്നോളൂ. ഇത്രയൊക്കെയല്ലേ ചെലവ് വരുള്ളൂ. ഒരു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിന് കൊടുക്കുന്ന കാശൊന്നും വരില്ലല്ലോ ഈ പറയുന്ന പോലെ ഇത് ചെലവ് വരാനായിട്ട്. എന്താണ് ഇതിപ്പോ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത്? ഇത് ആദ്യമത്തെ സംഭവമല്ല. ഇങ്ങനെയുള്ള കുറെ അധികം ഇപ്പൊ അവിഹിത ബന്ധത്തില് കുഞ്ഞിനെ അവരുമായിട്ട് ബന്ധം പുലരാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു തടസ്സമാകുമ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. കുറെ വാർത്തകളാണ് അടുത്ത കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഗൗതം, സത്യത്തിൽ ഇപ്പൊ പറയണത് തെറ്റാണ്. അങ്ങനെ ഇപ്പൊ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ പോലും നമുക്കുണ്ടാകുന്ന സങ്കടമോ രോഷത്തെക്കാൾ എത്രയോ വലുതാണെന്ന് അറിയോ 1.5 കൊല്ലം ആ കൊച്ചു അനുഭവിച്ച യാതനകൾ മുഴുവൻ നമ്മൾ കേൾക്കുമ്പോൾ. ഒന്ന് ആലോചിച്ച് ഗൗതം, ലൈറ്റർ കത്തിച്ചിട്ട് അതിന്റെ ചൂട് തീയിൽ മറ്റേ അടുത്തുള്ള ഇത് എന്ത് ചെയ്യുമ്പോൾ ഉരുകുമ്പോൾ അതെടുത്ത് ജനേന്ദ്രിയത്തിൽ വെക്കും എന്ന് പറഞ്ഞാൽ, സിഗരറ്റ് കുത്തിക്കെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയാ? എന്താണ് നമ്മൾ ഇവനോടൊക്കെ എന്താണ് അതിനൊക്കെ എന്ത് ചെയ്യാ പറയാ? ഗൗതം ഇപ്പൊ ഞാനും ഗൗതൂരിന്ന് കേൾക്കുന്നു. ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ, നമ്മുടെ
അനിയനോ നമ്മുടെ മകനോ നമ്മുടെ കൊച്ചുങ്ങൾക്കോ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും നേട്ടണ്ട? ഇതിന്റെ 10-ലൊന്നല്ല, ഇതിന്റെ 1000-ലൊന്നും ഒരാൾ ചെയ്താൽ നമ്മൾ സഹിക്കാൻ പറ്റില്ല. ആ സഹിക്കാൻ പറ്റാത്ത ലെവലിലാണ് ഈ പറയുന്ന കഥയും കവിതയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോലീസിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഈ റീന തന്നെ ഈ കൊച്ചിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നേക്കണം, ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് ഇത് പറയുകയൊക്കെ ചെയ്താണ്. സാറേ ഇതിന്റെ പുറത്ത് വലിയ സിസ്റ്റം വേണം. കാരണം അല്ല, എന്ത് സിസ്റ്റം സാറേ? ആ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത കൊച്ചുങ്ങളെ എന്ത് ചെയ്യണം, ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഒരു സിസ്റ്റം. ഇപ്പൊ അമ്മത്തൊട്ടിൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണ്, വേണ്ടാത്തവരുടെയും കൂടി കൊച്ചുങ്ങളെ ഇങ്ങനെ മേടിച്ചേക്കണമെന്നേ. കുഴപ്പമൊന്നുമില്ല, അവരിവിടെ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, അവരുടെ അച്ഛനും അമ്മക്കും വേണ്ടാതായെങ്കിലും ഒരു സർക്കാർ ഇവിടെ അവരെ പോറ്റാൻ വേണ്ടി വേണം, ഒരു സംശയമില്ല കാര്യത്തില്. എന്നിട്ട് ഇവിടെ ഇത് സിസ്റ്റത്തിന്റെ ഇതല്ല, ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമ്പം എന്തോ രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കുമ്പോൾ എന്തോ തരത്തിലുള്ള ആനന്ദം, എന്താണ്, ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സൈക്കോട്ടിക് പ്രശ്നമായിരിക്കാം. അല്ല, സൈക്കാട്രിക് പ്രശ്നമായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഗൗതം അറിയേണ്ടത് ഈ പ്രശ്നം ഇതാണെന്നൊക്കെ ഇപ്പൊ വളരെ ഫിലോസഫിക്കലി ഇവിടെ നിന്ന് വേണമെങ്കിൽ എനിക്കും തള്ളാം. അതിലൊന്നും കാര്യമില്ല. ഗൗതം നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ആ 1.5 വയസ്സുള്ള കൊച്ചു എന്ത് തെറ്റ് ചെയ്തു? ഇവർക്ക് വേണ്ടെങ്കിൽ അങ്ങോട്ട് അബോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ആവശ്യമില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കളയാൻ പാടുള്ളൂ. ഇപ്പൊ ഭർത്താവ് മരിക്കുമ്പോൾ തന്നെ 3 മാസത്തോളം ആ വയറ്റിലുണ്ട് ഈ കുട്ടി എന്ന് പറയുന്നത്. ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കും. മിണ്ടാൻ പോലും പറ്റാത്ത, സംസാരിക്കാൻ പോലും പറ്റാത്ത, ആകെ കരയാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് ഭക്തി മറ്റേ പൊള്ളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവന്റെ ഇത് ഇവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ കുറെ അധികം ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അഖിലേനെ ഇവനെ എങ്ങനെ കണ്ടുമുട്ടി തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ. സിസ്റ്റത്തിന്റെ അല്ല, അതിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അതിപ്പോ ഞാനും പറയാത്തതാണ്. അതവിടെ നിൽക്കട്ടെ. സിസ്റ്റത്തിന്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. അപ്പൊ പോലീസുകാർക്ക് ഇതിന്റെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മ എടുത്ത് കൊച്ചിനെ പറഞ്ഞു വിടുക എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അവർ കണ്ടുകൊണ്ടാണ്. അങ്ങനെയല്ല, ഇത് വളരെ ജാഗ്രതയോടുകൂടി കാണാൻ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ചും ഈ പറയുന്ന പ്രായമില്ലാത്ത, സംസാരിക്കാൻ പോലും പറ്റാത്ത കൊച്ചുങ്ങളുടെ കാര്യത്തിലുള്ള ഉപദ്രവമോ അതുമായിട്ടുണ്ടായ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പോലീസും ഒക്കെ അത് ഗൗരവത്തിലെടുക്കണം. അല്ലാതെ വെറുതെ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തോളൂ, ഇത് നിസ്സാരമായിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ. ഒരു മകള്, ആ മകളുടെ കയ്യിലുള്ള ഒരു കുട്ടി, ആ മകള് വേറെ കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ച ആളുടെ ഈ കുട്ടിയല്ല എന്ന് പറഞ്ഞൊരു അമ്മൂമ്മ വിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് പോലീസ് ഗൗരവത്തിലെടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മത്തൊട്ടിൽ പോലെയുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൊച്ചുങ്ങളെ വളർത്താൻ പറ്റില്ലേ, നിങ്ങളത് ഉപേക്ഷിച്ചോ, നമ്മളെടുത്തോളാം. ഈ നാട്ടില് ഒരു കുഞ്ഞിക്കാല് കാണാൻ, കൊച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ IVF അടക്കമുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ വഴിപാടുകളും അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റുകളുമായിട്ട് ലക്ഷങ്ങൾ മുടക്കി കയറിയിറങ്ങുന്ന ഒരു നാട് കൂടിയാണിത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഗൗതം വിചാരിക്കുന്ന പോലെ അഖിലക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു, ഈ അഷ്കറിന് മാനസിക രോഗം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ മാനസിക രോഗത്തിന് നല്ല ഇടികൂടി കിട്ടിയേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഈ രോഗത്തിന് മറ്റേ നമ്മൾ മാസങ്ങളോളം എടുത്ത് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം ആ കൊച്ചു അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമെന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് ഒരാളെ കാണുമ്പോൾ അതിൽ കരഞ്ഞു തുടങ്ങാണ്. ആ കരയുമ്പോൾ വാപത്തി പിടിക്കുകയാണ്, ഇരുമ്പോടി കൊണ്ട് തലക്കെട്ടടിക്കുകയാണ്. എന്നിട്ട് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ആളുകൾ വരുമ്പോഴത്തേക്കും ഇവൻ ബോൺ ക്രിമിനലാണ്, ഇവൻ ചോറ് വാരി വായിലേക്ക് നിറക്കാണ്. ഇതുപോലുള്ള ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച്, ഞാനും താങ്കളൊക്കെ കൊടുക്കുന്ന ടാക്സ് അടക്കുന്ന പൈസയെ ഉപയോഗിച്ചുകൊണ്ട് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ജയിലിനുള്ളിൽ സുഖമായിട്ട് കഴിയുകയാണ്. അല്ല, ഇതിപ്പോ അതല്ലാതെ വേറെ നമ്മുടെ മുമ്പിൽ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൗതം പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിന്റെ മറ്റേ ഇത് കുറക്കണം. പല കേസുകളിലും വളരെ ക്വിക്കായിട്ടുള്ള വിചാരണ നടത്തി ശിക്ഷ വിധിക്കുകയും വിധി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ഇപ്പൊ ഒരു തൂക്കിക്കൊല അതുപോലെയുള്ള കാര്യങ്ങൾ അനുകൂലിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇത് മുഴുവൻ ശരിയാണെങ്കിൽ, കോടതിക്കും പോലീസിനും കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടെങ്കിൽ, കോടതി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അന്വേഷണം നടത്തണം. കാരണം ഇത് മുഴുവൻ കറക്റ്റ് ആണോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും മാധ്യമ വാർത്തകളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവിടെ നിന്നല്ല. കാരണം ഇവരെക്കുറിച്ച് വലിയതായിട്ട് അവിടെയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. കാരണം ഇവരൊരു വാടക വീട്ടിൽ വന്ന് താമസിച്ചിരുന്ന ആളുകളാണ്. പിന്നെ കുറച്ചും കൂടി അറിയാവുന്നത് ഈ റീനയുടെ വീടിന്റെ അടുത്തുള്ള ആളുകൾക്കാണ് ഈ പെൺകുട്ടിയെ കുറിച്ചൊക്കെ കുറച്ചുകൂടി അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വിശദമായി കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും ഇതിന്റെ പുറത്ത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണം. അല്ലാതെ താളെ 5 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞിട്ട് മറ്റേ വിധി ഉണ്ടാകുന്നു എന്നിട്ട് ശിക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ സത്യമായിട്ടും അത് അങ്ങനെയല്ലേ സംഭവിക്കും. അല്ല, ഇതിപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പോ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. എന്താണെന്നറിയാമോ? ഇത് ഈ കേസ് മാത്രമല്ല. ഇപ്പൊ ഈ കേസ് വിചാരണ നടത്തി ഗൗതം അറിയേണ്ടത് ഏറ്റവും വലിയ ശിക്ഷ ഇവന് വിധിച്ചാൽ പോലും, തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും. നമ്മുടെ നാട്ടില് എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട്, ചില പ്രതികളാണ്. പോലീസിനെ വിളിക്കും.
എനിക്ക് പുല്ലാണ് പോലീസിനെ വിളിച്ചാൽ. പോലീസിനെ വിളിക്കും, ഞാൻ സുഖമായിട്ട് വക്കീലിനെ ആക്കിയിട്ട് പുറത്തേക്ക് വരും. ഈ ലാഘവത്തോടു കൂടിയാണ് ആളുകൾ കുറ്റകൃത്യം ചെയ്യുന്നത്. അല്ല, ഇതൊക്കെ നമ്മളിപ്പോ അത്തരത്തിലുള്ള ഒരു വലിയ സിസ്റ്റത്തിന്റെ അപാകതകളെ കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ ചർച്ചയ്ക്ക് പോകാനും കഴിയില്ല. കാരണം ഇത് വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് ഇവനെ ശിക്ഷിക്കണം. കാരണം മറ്റതിപ്പോ നിയമം മാറ്റി എന്ത് ചെയ്തേക്കാം, ഒരാളെ നമ്മൾ ഉടനെ തന്നെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് വെടിവെച്ച് കൊല്ലാനോ എന്നുള്ള അനുമതി കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയൊന്നും നിയമം നടപ്പിലാക്കാനും പറ്റില്ല. അതൊക്കെ ഒരു ആവേശത്തിന് പറയാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കേസിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവൻ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാലും വേറെ നിരവധി കേസുകൾ ഇവന്റെ പുറത്തുണ്ട്. ഇനി അതിനു കൂടി ശിക്ഷ വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ കുറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം പറയട്ടെ ഗൗതം, കേരളത്തിലെ ജയിലുകളിൽ പോലും വലിയ സുഖകരമായി ഇത്തരത്തിലുള്ള പ്രതികൾക്ക് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സംശയമില്ല, 10 ദിവസമെങ്കിൽ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം 5 ദിവസം കൊണ്ട് വിചാരണ. എന്താണ് പറ്റിയത് സാർ? അല്ല, ഗോവിന്ദച്ചാമി അതൊക്കെ വേറെ പല കേസുകളാണ്. എന്താണ് അത് ഇന്ത്യയിലെ ശിക്ഷാ നിയമം അങ്ങനെ തന്നെയാണ് സാർ. അത് പറയണം. ഇതിനെ പുരോഗമനപരമായിട്ടുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെയല്ലാതെ ഓക്കെ എന്നാ ഒരു പോലീസുകാരനങ്ങൾ വിളിച്ചു വന്നോളൂ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണിക്കുന്ന പോലെ ശിക്ഷാവിധി ഒന്നും നടപ്പാക്കൽ നടക്കില്ല. വ്യവസ്ഥയുടെ വലിയൊരു തെറ്റ് തന്നെയാണ്. അതൊക്കെ തോന്നലാണ്. അതങ്ങനെ നടപ്പാക്കാൻ വേണ്ടി ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനല് എങ്ങനെയാണോ ജയിലിനകത്തേക്ക് പോയത്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. ഒരു ബെഗറാണോ ഇയാള് എന്ന് തോന്നാൻ പറ്റാത്ത രീതിയിൽ തടിച്ചു കൊഴുത്ത്. അതൊക്കെ വേറൊരു വിഷയമാണ്. അപ്പൊ അതിലേക്കൊക്കെ ചർച്ച കൊണ്ടുപോലെ അതിലേക്ക് കൊണ്ടുപോയാൽ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, അങ്ങനെ തടിച്ചു കൊഴുക്കണ്ടെങ്കിൽ ഒരു പരിഹാരം ഗൗതം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അത് പരിഹാരം എന്താ ഉള്ളത്? പരിഹാരം ഉള്ളത് എന്താന്ന് വെച്ചാൽ, പരിഹാരം ഇതിൽ ഇപ്പം കുറെ അധികം വീഡിയോകൾക്ക് ഇത് കണ്ടിട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന പൊതുസമൂഹം കമന്റുകളായിട്ട് വരുന്നുണ്ട്. ഇവനെയൊക്കെ സ്പോട്ടിൽ വെടിവെക്കുകയാണ്, അറേബ്യൻ രാജ്യങ്ങളിലുള്ള പോലുള്ള നിയമങ്ങളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇതുപോലെയുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലേക്ക് നമുക്ക് തിരിച്ചുപോക്ക് സാധ്യമല്ല. കാരണം അങ്ങനെ പോകുമ്പോൾ നാളെ ഇത് യഥാർത്ഥ ക്രിമിനലാണോ കുറ്റവാളിയാണോ എന്ന് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ച് വെടിവെച്ച് കൊന്നാൽ അത് 10 കേസുകളിൽ 2 എണ്ണം ശരിയായെങ്കിൽ അല്ലെങ്കിൽ 5 എണ്ണം ശരിയാണെങ്കിൽ ബാക്കി 5 എണ്ണം തെറ്റാണെങ്കിൽ എവിടെ ചെന്ന് മറുപടി പറയും? അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് അതൊന്നും ഇതിനകത്തേക്ക് ക്ലബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമൊന്നും മാറ്റാനും പറ്റില്ല. പകരം എന്തുകൊണ്ടാണ് പുരോഗമനപരമായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം അങ്ങനെ അല്ലാത്തതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥന് മാത്രമായിട്ട് ഒരു അനുമതിയും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോ ഇതിന്റെ ഡൈല്യൂട്ട് ചെയ്യുന്നതല്ല ആണ് ഗൗതം. സാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഞാൻ നോക്കുമ്പോഴാണ് അവർക്ക് വിശ്വാസമില്ല, ഈ വ്യവസ്ഥയിൽ അവർക്ക് വിശ്വാസമില്ല. ഇവരൊക്കെ സുഖമായിട്ട് പുറത്തിറങ്ങുമെന്ന് തോന്നല് ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യവസ്ഥ. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞതാണ്. അതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഒരാളെ മാത്രം വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് കുറ്റവാളിയാണോ അല്ലെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വലിയ പരിമിതിയുണ്ട്. ആ പരിമിതി കൂടി മനസ്സിലാക്കാതെ ആവേശം കൊണ്ട് വെറുതെ ഇത് പറഞ്ഞിട്ട് നാളെ ഏതെങ്കിലും പോലീസുകാരന് തോന്നുകയാണ് ഗൗതം കുറ്റം ചെയ്തു, ഗൗതത്തിന് അങ്ങ് വെടിവെച്ച് വന്നിട്ട് ഗൗതം കുറ്റവാളിയായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ബാക്കി ഞങ്ങളൊക്കെ സമ്മതിക്കും? അല്ല. അപ്പൊ അങ്ങനെയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. വികാരപ്രകടനം ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഇത് 1 മാസത്തിനകം അല്ലെങ്കിൽ 10 ദിവസത്തിനകം 20 ദിവസത്തിനകം വിചാരണ നടത്തി ഇവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിയമത്തിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും താൽക്കാലികമായി ഇപ്പം ചെയ്യാനില്ല. എൻ്റെയും വികാരമൊക്കെ അതിനനുസരിച്ച് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനും അപ്പുറത്തേക്ക് നമ്മൾ നിയമം കൂടി നോക്കുമ്പോൾ അപ്പം തന്നെ സ്പോട്ടിൽ വെടിവെച്ചുള്ളതൊക്കെ എനിക്ക് കൂടി പറയാം, കയ്യടി കിട്ടും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലാനുള്ള നിയമമൊന്നും ഉണ്ടാക്കുന്നതല്ല ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. പരിഹാരം മറ്റു പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇത്തരം പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ക്രൂരമായിട്ട് ഇത്തരത്തിൽ ആക്രമിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഭേദഗതികൾ തീർച്ചയായിട്ടും ആ ഭേദഗതി വരുത്തണം. അത് ഗൗതം ചോദിച്ചത് കറക്റ്റാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ചും കുട്ടികളെ ഉപദ്രവിക്കുന്ന, അതായത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷ അങ്ങേയറ്റം കഠിനമാക്കേണ്ട ആവശ്യമുണ്ട്. അത് പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുകളിലേക്കാണ്. 5 വയസ്സിൽ താഴെയുള്ളത്, 10 വയസ്സിൽ താഴെയുള്ളത്, 15 വയസ്സിൽ താഴെയുള്ളത്, 20 വയസ്സിൽ താഴെയുള്ളത്. കാരണം പ്രതികരിക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് അങ്ങേയറ്റം എന്ത് ചെയ്യണം, ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഗവൺമെന്റ് അത് നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കാതെ ഇവരെ ഒന്നും ജയിലിലിട്ട് ഗൗതം പറഞ്ഞ പോലെ ശനിയാഴ്ചകളിൽ ആട്ടിറച്ചിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ബീഫും പിന്നെയുള്ള ദിവസങ്ങളിൽ മുട്ടയും ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഇവനെ പരിപോഷിപ്പിക്കുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ ഈ ഒരൊറ്റ കേസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരെ
ഓക്കെ, വെടിവെച്ചു കൊല്ലാനുള്ള നിയമമൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ദുരുപയോഗപ്പെടും. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹം കൂടി ഒന്ന് വിജിലന്റ് ആവേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കരച്ചിലുകൾ കേൾക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളിൽ നമ്മൾ അനാവശ്യമായി ഇപ്പോൾ ഇടപെടാറില്ല, പക്ഷെ ഇടപെടാനും ചോദിക്കാനും ഒക്കെയുള്ള കാര്യം ഉണ്ടാകണം. പ്രത്യേകിച്ച് വീടുകളൊക്കെ വാടക കൊടുക്കുമ്പോൾ ഇത് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളത് അടക്കം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ വാടക കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം ആർക്കെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ പഠിക്കേണ്ടതും ഒരു വളരെ കൃത്യമായി പോലീസ് അനലൈസ് ചെയ്യേണ്ടതും ഈ അമ്മയുടെ മനഃശാസ്ത്രം എന്താണെന്നുള്ളതാണ്. എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുന്നത്. എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല.